ഓക്കേ ബൈ. ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? റിപ്പബ്ലിക് ഡേ. അത് ആസ്വദിക്കുന്നുണ്ടല്ലോ അതോ? നല്ല രീതിയിൽ ആസ്വദിക്കുന്നു. രണ്ടുപേരെ തണ്ണി മൊത്തം ജ്യൂസ് കുടിക്കാൻ പറ്റും. കഞ്ഞി കുടിച്ചാൽ കളിച്ചാൽ വീണ്ടും എനർജിയായി. അടിപൊളി, സന്തോഷം. എല്ലാവരും കഞ്ഞിക്ക് ഭയങ്കര അഭിപ്രായം. അടുത്ത പ്രാവശ്യം ഇനി ഇത് മതിയെന്നാണ് എല്ലാവരും പറയുന്നത്. നല്ല ചൂട് കഞ്ഞിയും പയറും ചമ്മന്തിയും പപ്പടവും ഉപ്പിലിട്ട മുളകും. ആഹാ, നിങ്ങൾക്ക് കുറച്ച് ഭ്രാന്തന്മാരെ കാണിച്ചു തരാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. വെറും ഭ്രാന്തന്മാരല്ല, ക്രിക്കറ്റ് ഭ്രാന്തന്മാർ. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ഒരുപാട് ക്രിക്കറ്റ് മത്സരങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, കളിച്ചിട്ടുണ്ടാവും. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് ഒരിക്കലും ഈ സാധനം വിട്ടുപോകത്തില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് ക്രിക്കറ്റ്. ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളുമായിട്ട് എനിക്കൊന്നൊരു 16-17 വയസ്സ് വരെ മാത്രമാണ് ക്രിക്കറ്റ് കളി കളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ മേഖല മാറി, നമ്മുടെ ജോലി മറ്റു കാര്യങ്ങളായിട്ടൊക്കെ അങ്ങ് മാറിപ്പോയി. പിന്നെ കളിക്കാനൊന്നും പറ്റിയിട്ടില്ല എനിക്ക്. അന്നും വലിയ പ്ലെയറൊന്നും അല്ല കേട്ടോ. എന്നാലും കളിച്ചിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അതാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ എനിക്ക് 40 വയസ്സായി, ഞാൻ കഴിഞ്ഞ 38 വയസ്സ് ആകുന്ന സമയത്താണ് പിന്നെ ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ക്രിക്കറ്റ് മത്സരം കളിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫഷണൽ ക്രിക്കറ്റ് അല്ല, ഇപ്പോൾ കളിക്കുന്നത് സെലിബ്രിറ്റി ക്രിക്കറ്റ് മത്സരങ്ങളാണ്. നിലവിൽ നമ്മുടെ ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പം ചലച്ചിത്ര സംവിധായകനാണ്. കുറച്ച് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കലാകാരന്മാർ, എന്നെപ്പോലുള്ള കുറേ കലാകാരന്മാർ ചേർന്നിട്ടുള്ള നമ്മുടെ ഒരു സംഘടനയുണ്ട്. സംഘടനയെന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രിക്കറ്റ് കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം. മാറ്റിനി ക്രിക്കറ്റ് ക്ലബ്ബാണിത്. അപ്പോൾ ഇതെല്ലാം ആർട്ടിസ്റ്റുകളും അങ്ങനത്തെ അതുമായി കണക്ഷനുള്ള ആൾക്കാർ മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടീമിൻ്റെ തന്നെ 7ാമത്തെ സെലിബ്രിറ്റി ക്രിക്കറ്റ് മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഈ ടൂർണമെൻറ്റിനകത്ത് ഗെയിൽ കുട്ടപ്പൻ എൻ്റെ ടീമിലാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ 7 തവണ നമ്മൾ കളിച്ചിട്ടുള്ളതിൽ പകുതിയിൽ കൂടുതൽ തവണയും കപ്പടിച്ചിട്ടുള്ളത് എൻ്റെ ടീമാണ്. അപ്പോൾ ഇന്നത്തെ കപ്പ് ആരടിക്കും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ടീമുകളും ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള ടീമാണ്. ഗെയിൽ കുട്ടപ്പൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഗെയിൽ കുട്ടപ്പൻ എനിക്ക് തോന്നുന്നു പിന്നെ അമ്മ സ്ട്രൈക്കേഴ്സിൻ്റെ ടീമിൽ ലാലേട്ടൻ്റെ കൂടെ കളിച്ചതിന് ശേഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനുശേഷം സെലിബ്രിറ്റി മത്സരം കളിക്കുന്നത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും. അതിനുശേഷം കളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു മികച്ച പ്ലെയറാണ്, ഉഗ്രൻ പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് എൻ്റെ ടീമിനോടൊപ്പം ഉണ്ട്. എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനും ഓണറും ഞാനാണ്. അങ്ങനെ നമ്മളിന്ന് മൊത്തം 7 ടീമുകളാണ് ഇവിടെ കളിക്കുന്നത്. നിങ്ങൾക്ക് ടി വിയിലൂടെയൊക്കെ കണ്ട് പരിചയമുള്ള ഒരുപാട് താരങ്ങൾ ഈ കളിയിൽ ഉണ്ട്, ഇവിടെ ഈ ടൂർണമെൻറ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ കുറേശ്ശെയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോകാം. ഓക്കെ, കം. നമസ്കാരം. മാറ്റിയുടെ സീസൺ 7 ടൂർണമെന്റിന്റെ ജേഴ്സി ചെയ്യുകയാണ് അരുൺ സാഗരയ്ക്ക്. അപ്പൊ ഇനി സാറേ സ്കൂട്ടറിലാതെ സ്കൂട്ടറിൽ വരായിരുന്നു, ഞാൻ കാറിലാണ് നേരത്തെ എടുത്തായിരുന്നു. ഞാൻ മറ്റേ റിട്ടയർ ആയപ്പോ ആണല്ലേ. EV ലാഭമാണല്ലേ. 2 സോളാർ കൂടെ വെച്ച് കൊടുത്തല്ലേ. സോളാർ വെച്ച് മോട്ടോർ സൈക്കിളിൽ അത് വെച്ച് കോസ്റ്റ്ലിയാണ്. എന്റെ വലിയ നല്ല വർത്താനം പറയട്ടെ. ഇന്നലെ രാത്രി ഞാൻ പിന്നെ അവിടെ ചെന്ന് നമ്മളെ ഒരിത് വേണ്ട, അങ്ങനെ ലേറ്റായി. എന്താ ഈ ഒരു സമയം പറയാനുള്ളത്? നമസ്കാരം. ഏകദേശം ഒരു 55 വർഷമായി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട്. 60 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും കളിക്കുന്നുണ്ട്. റബ്ബർ ബോൾ വെച്ച് തുടങ്ങിയ കളിയാണ്, ഇപ്പം ക്രിക്കറ്റ് ബോൾ വരെ എത്തി. അത് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ കൂടെ കളിക്കുന്ന ലാൽ ബാബു ഉണ്ട്, ശ്രീജിത്ത് ഉണ്ട്, ശിവപ്രസാദ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ എറണാകുളത്ത് കളിക്കുന്ന ടീംസാണ് ക്രിക്കറ്റ് ബോൾ. ഇനിയിപ്പോൾ നമുക്ക് ഈ 4-ാം തീയതി ഒരു ടൂർണമെൻ്റ് ഉണ്ട്. അപ്പം ക്രിക്കറ്റ് അഭിനയമായിട്ട് നടന്നു പോകാൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ ഒരവസരം കിട്ടിയതിൽ സന്തോഷം. നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു. പച്ചത്തത്തയെ കാണാത്തവർക്ക് കാണാം. ഇതാണ് പച്ചത്തത്ത. അങ്ങോട്ട് നമ്മള് പിടിക്കുന്ന ആളെ കാണാം. വൃത്തിയിടില്ല. ഇതാണ് നീലപ്പൊന്മാരെന്ന് വിളിക്കാം. പച്ചത്തത്ത. വെള്ളം കിട്ടിയപ്പോഴും ഞാൻ നാണിച്ചു. വെള്ളം നല്ല ജേഴ്സി അല്ലേ, സൂപ്പറാ. അല്ലെ കളിച്ച് കുറെ കഴിയുമ്പം
അതെ 90s ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്തതാ കേട്ടോ സെലക്ട് ചെയ്തത്. പണ്ടത്തെ ഇന്ത്യയുടെ ഒരു ജേഴ്സി. ഓരോ ടീമിലും ഓരോ ഫോട്ടോ എടുക്കണം, എല്ലാരും നേരെ തീർത്തി. അങ്ങനെ അത് ശരി. പാകിസ്ഥാൻ ടീമൊക്കെ ഇറങ്ങി തുടങ്ങി. ജയസൂര്യയുടെ ഡൂപ്പുമായി ഇവിടെ വാടാ പുതിയൊരു സിനിമ ചെയ്തിട്ട് വന്നു. അപ്പൊ അതിന്റെ അഭിപ്രായങ്ങളും കൂടെ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമയായിരുന്നു. സിനിമ നല്ലായിരുന്നു കണ്ടല്ലോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ആണല്ലേ? ഓക്കെ, കയറിക്കാൻ വേണ്ടിയില്ലേ? ആദ്യ ബോൾ തന്നെ കൂട്ടുള്ളവർക്ക് ശ്രമിച്ച് സിംഗിൾ കൈസമാക്കിയിരിക്കുന്നു. കുട്ടപ്പന മേഖലയിലുള്ള സുമേഷ് മുതൽ മികച്ച തുടക്കം. നല്ല ഒരു ബോളിംഗ് കാഴ്ചവെച്ച ദീപക് ചാത്തന്നൂർ. പിന്നെ പോവാതെ കഞ്ഞി കുറച്ച് കഴിഞ്ഞ് 2 മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കും. ഇത് തൽക്കാലം ഒരു ആശ്വാസത്തിന്. തൽക്കാലം എന്താ ദൈവം. അപ്പൊ നിങ്ങള് ബ്രെഡ് ഓംപ്ലേറ്റ് അല്ല, അപ്പൊ താൽക്കാലം അല്ലാതെ എങ്ങനെ കഴിക്കും? അല്ല, ഞാൻ ഡയറ്റാണ്, അത് മനസ്സിലാക്കണം. ഡയറ്റാണ്. നന്നായി. ഞാൻ കഞ്ഞി കുടിച്ചില്ല, കുടിക്കാം. കഞ്ഞി എല്ലാരും കുടിക്കണം, കാരണം ഇല്ലെങ്കിൽ ക്ഷീണമില്ലാതെ നിൽക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ കഞ്ഞി ഇവിടെ എത്തിച്ച ആൾക്കാരാണ് ഇവര്. ചേട്ടാ ഇവിടെ അടുത്തുള്ള ആളാണ്? രതീഷിന്റെ അനിയനാ? എങ്ങനെ ഉണ്ടാ കഞ്ഞി? സൂപ്പർ കഞ്ഞി, സൂപ്പർ. രക്ഷയില്ല. ഞാൻ രണ്ടെടുക്കാൻ വന്നത്, ആരും കാണാൻ എടുക്കാൻ. പക്ഷെ ക്യാമറയെ പെട്ടുപോയി. ഞാൻ അറിയാത്ത. അടുത്ത തവണ നമുക്ക് കഞ്ഞി മതിയോ? അടുത്ത കഞ്ഞി മതി. എന്റെ പൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. കഞ്ഞിക്ക് ഭയങ്കര അഭിപ്രായം. ക്യാമറമാൻ കഞ്ഞിയോടൊപ്പം ശ്രീജിത്ത് ബാലരാമപുരം. ചേട്ടാ തമാശ പറഞ്ഞ കേട്ടോ, ചിരിത്തെടുക്കല്ലേ അങ്ങനെ. അല്ല, നിങ്ങൾ ക്യാമറമാൻ കഞ്ഞിയോടൊപ്പം ശ്രീജിത്ത് ബാലരാമപുരം. കുറച്ച് കുടിക്കണ, ക്ഷീണം കൂടി പോകും. സൂപ്പർ. അതന്നെ, ക്ഷീണം കൂടി പോകുന്നു. സൂപ്പർ, ശരിയാ, ക്ഷീണം കൂടി വന്നു. സൂക്ഷിക്കണം. രതീഷ് എന്നോട് പഠിച്ച കേട്ടോ. ഞാൻ രതീഷ് ഒരുമിച്ച് പഠിച്ച. ഇവരൊന്നും ഇവിടെ ഒരുപാട് നേരം ഇരുത്തിയിരിക്കല്ലേ, കമ്പനി കൂട്ടും. സജി മൂങ്ങോട് സജി ഇപ്പോൾ തൽക്കാലം ഒരു കഞ്ഞിയിലും ഒരാൾക്കുള്ളൂ. അല്ല, കണ്ടു അവിടെ കഞ്ഞി തീർന്നതാണ് അവർ പറയുന്നത്. പരാതി പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഗെയിൽക്കുട്ടപ്പൻ നമ്മുടെ ടീമിൽ ഒരുമിച്ച് കളിക്കുകയാണ്. റെസ്റ്റ് എടുക്കണം. അടുത്ത് നമ്മുടെ കളിക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് മാഗ്നി സ്ട്രൈക്കേഴ്സിന്റെ മറ്റൊരു പ്ലെയറാണ്, സുനിൽ തിരുവല്ല. ഇത് നമ്മുടെ ഐക്കൺ പ്ലേയേഴ്സിലെ ഒരാളായ അനീഷ്. ഹലോ എടാ ശ്രീത്തെ, അങ്ങ് പോയെന്നേ. ഇനി നമുക്ക് ചട്ട ഊരിയിട്ട് കിടക്കുന്ന ശിവപ്രസാദിനെ കാണാം. റെസ്റ്റാണ്. കഞ്ഞി കുടിച്ചിട്ടാണോ അവിടെ റെസ്റ്റ്? എങ്ങനെയുണ്ട് കഞ്ഞി? അടിപൊളി. അല്ല, അടുത്ത പ്രാവശ്യം കഞ്ഞി മതിയല്ലോ അല്ലേ? അവ എന്തായാലും അടിച്ചു പോലും. അങ്ങോട്ട് നോക്ക്, രണ്ടാമത്തെ പാത്രം ക്യാമറ മുമ്പ് പെട്ടത് കൊണ്ട് നമ്മൾ അറിഞ്ഞ്. വിജയിച്ചിട്ട് കിടക്കുന്ന കിടപ്പാണ് കേട്ടോ. കഞ്ഞി കുടിച്ച് വിജയിച്ചിട്ടാണോ? കഞ്ഞി കുടിച്ച് ഭയങ്കരമായിട്ട് മയക്കം. നമ്മളെന്തായാലും 2-3 കളി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കിടന്നു.
ഓക്കെ ബൈ. ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? റിപ്പബ്ലിക് ഡേ. അത് ആസ്വദിക്കുന്നുണ്ടല്ലോ അതോ? നല്ല രീതിയിൽ ആസ്വദിക്കുന്നു. സാധാരണ ഗംഭീരമായിട്ട് കളികൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചറവറ അടി അടിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു ഗെയിം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കാണാം. ഓക്കെ ഓക്കെ. റൈറ്റ് ബോൾ കൺഫേം. വീണ്ടും അനീഷിന്റെ ബോളിൽ ഒരു 6 നേടി. ലോഫുൾ ടോസ് കളിച്ചെടുക്കുന്നു സുനിൽ. ജാസിം റോസിന്റെ ക്യാപ്റ്റൻ ജാസിം, ടീം ബോയ്സിന്റെ ക്യാപ്റ്റൻ മൈക്ക്. നമ്മള് മിമിക്രിക്കാരെ കണ്ടു. ഇനി കുറച്ച് ഡാൻസുകാരെ കാണാം. കൃഷ്ണന്റെ മൂന്നാമത്തെ ഗോൾ വീണ്ടും കളിക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ഈ ടൂർണമെന്റിലെ ഇനി 3 ബോളിൽ നിന്ന് 5 റൺസ് മാത്രം. കോൺഫിഡൻസ് അതാണ്. ഇത് നമ്മുടെ പ്രകാശ് പ്രണവൻ ചേട്ടനാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ മാച്ചിയുടെ ഒരു സംഘാടകരിലും കൂടെ ഒരാളാണ് പ്രകാശ് ചേട്ടൻ. നിരവധി സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഒരു വ്യക്തിയാണ്. കളഞ്ഞു ക്യാച്ച് കളഞ്ഞു. വീണ്ടും 6 അടിച്ചുകൊണ്ട് ബ്ലാക്ക് മംബ കളഞ്ഞല്ലോടാ നീ, കളഞ്ഞല്ലോടാ. ലൈവാടാ. തളർന്ന കഞ്ഞി കുടിച്ചാ കളിച്ചാ വീണ്ടും എനർജിയായി. അടിപൊളി സന്തോഷം. എല്ലാവരും കഞ്ഞിക്ക് ഭയങ്കര അഭിപ്രായം. അടുത്ത പ്രാവശ്യം ഇനി ഇത് മതിയെന്നാണ് എല്ലാവരും പറയുന്നത്. നല്ല ചൂട് കഞ്ഞിയും പയറും ചമ്മന്തിയും പപ്പടവും ഉപ്പിലിട്ട മുളകും. ആഹാ, അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് അതിനെ പിടിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ടൂർണമെന്റ് ആദ്യമായിട്ടല്ലേ വരുന്നത്? എങ്ങനെയുണ്ട് അഭിപ്രായം? ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. ഞാൻ ആറ്റിങ്ങലല്ലേ? സീസണിൽ ആറ്റിങ്ങൽ എനിക്ക് ടീം ഉണ്ടായത്. എനിക്കറിയാം. നമ്മുടെ ജിത്തുവിന്റെ ടീമിലായിരുന്നു. ഫീനിക്സ് ആറ്റിങ്ങലല്ലേ? ആറ്റ് നമ്മുടെ മാമത്ത്. ആ ടീമിൽ നിങ്ങൾ കളിക്കാൻ വന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അന്ന് ഓക്കെ ഓക്കെ. വിവരക്കാരൊന്നും ഒരു പിടിയില്ല. അറിയുന്ന ആൾക്കാർക്ക് അടിപൊളി അടിപൊളി സൂപ്പർ കളിയാണ്. ഞാൻ എല്ലാവരും കാരണം ഈ പോകുന്ന ക്യാമറ പോകുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് അടിപൊളി അടിപൊളി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അടിപൊളി എന്ന് പറയുന്ന കഞ്ഞിയാണ് അടിപൊളി എന്ന് പറയുന്നത്. താങ്കൾ അതിനാണ് പറഞ്ഞത്? അതിനേക്കാളും ക്രിക്കറ്റ്. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായ ഒരു കളിയാണ്. ക്ഷീണമൊന്നുമില്ല. ആ ക്ഷീണം അകറ്റാൻ വേണ്ടി കഞ്ഞി, പയറ്, പപ്പടം കഴിച്ചു. അടിപൊളി. ഓക്കെ, അത് മണിയമ്പിള്ള രാജയുടെ ശബ്ദത്തിലൊന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലേ. എന്തായാലും കളി സൂപ്പർ. അതിനേക്കാളും നല്ലത് ക്ഷീണം മാറ്റാൻ വേണ്ടി കഞ്ഞിയും ചമ്മന്തിയും പിന്നെ ഒരു ചെറിയ മുളകും. ആ മുളവിന്റെ പേര് എനിക്ക് അറിഞ്ഞില്ല. എന്നാലും പുല്ല് ഞാൻ തിന്നു. അതാണ്. നിന്റെ പേരൂടെ ഒന്ന് പറഞ്ഞടാ. My name is Tutu. തൂത്തു. അതിന്റെ സ്പെല്ലിംഗ് കൂടെ ഒന്ന് പറഞ്ഞില്ലേ? നല്ല കളിയായിരുന്നു. സൂപ്പർ കളിയായിരുന്നു. ക്യാച്ച് കളഞ്ഞപ്പോഴത്തേക്ക് ശ്രീത്ത് വഴക്കുറയെന്ന് പറഞ്ഞാൽ താക്കോലിട്ട് ഒരൊറ്റ ഇത് ഉറച്ചു തന്നെ. ഇത് ചേട്ടാ, ഇത് താക്കോലിൽ ഉറച്ചു തന്നെ. ഉറപ്പാണ് താക്കോലിൽ ഉറച്ചു തന്നെ. പൂർവാധികം ശക്തിയോടെ അടുത്ത വട്ടം പൂർവാധികം ഫീൽഡ് ചെയ്യാത്തോണ്ടാണ് ഇവന്റെ ടീമിൽ നിന്ന് പുറത്താക്കിയത്. ആരും പറഞ്ഞിട്ട് നമ്മുടെ ടീമിൽ ഫീൽഡിങ്ങിന് വന്ന് ക്യാച്ചും മൊത്തം നമ്മൾ തോക്കുകയും ചെയ്തു. നിങ്ങളുടെ ജേഴ്സി ഇട്ടോണ്ട് അത് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഈ അലുവ കൃഷ്ണ ആരോട് കൊടുത്തത് എനിക്കറിയത്തില്ല. അതെ, കടിച്ചു നിന്നാലോ? അയ്യമ്മ അതാ നീരമ്മ. ഞാൻ വരും. കളിയുടെ ഒരു അവസാനം ഇതിൽ കൂടുതൽ വലിയ ഒരു വന്യുണ്ടോ? That's very good, brother. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ കപ്പടിച്ചു. പിന്നെ അതെ, രണ്ടാമത്തെ ടൂർണമെന്റാണ് നമ്മൾ ഒരുമിച്ച് കളിക്കുന്നത്. ആദ്യത്തെ കപ്പ്. അങ്ങനെ നമ്മള് കപ്പ് തൂക്കി. ഇപ്രാവശ്യവും മാറ്റിനിയുടെ സീസൺ 7
എൻ്റെ ടീമിന് തന്നെ കപ്പടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കപ്പൊക്കെ അടിച്ചു. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ക്രിക്കറ്റ് മത്സരമായിരുന്നു. എല്ലാം കഴിഞ്ഞത് ഇപ്പോഴാണ്. അതായത് ഇന്ന് ഇപ്പോൾ രാവിലെ 7 മണിയായി. രാവിലെ 7 മണിയായി. ഞങ്ങൾ കളി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ട്. ഞങ്ങളിങ്ങനെ കളി കഴിഞ്ഞ് യാത്രയിലാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു മനസ്സിലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഷാജി പാപ്പൻ്റെ ഒരു അവസ്ഥയാണ്. ഷാജി പാപ്പൻ ട്രോഫി കൊണ്ട് പോകുന്ന പോലാണ്. ഫസ്റ്റിൻ്റെ ട്രോഫിയായിട്ട് ഞാൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.